നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ 60,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് തന്നെയാണ് നമ്മളിപ്പോൾ 60Kയിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് 24 തസ്തികയിലേക്ക് PSC വിജ്ഞാപനം ഉടനെ വരുന്നു എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. വിവിധ സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ്, അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കോമൺ പൂൾ ലൈബ്രറിയിലേക്കുള്ള ലൈബ്രറിയൻ ഗ്രേഡ് 4 ഉൾപ്പെടെ 24 തസ്തികയിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള നിയമനത്തിനൊപ്പം പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് വരാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്, മലയാളം മീഡിയം തസ്തിക മാറ്റം വഴിയുള്ള UP ടീച്ചേഴ്സ്, അതുപോലെ തന്നെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം, അങ്ങനെ ഒരുപാട് തസ്തികകൾ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിൽ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പ്രൊഫസർ ഇൻ അനാറ്റമി, അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ രസശാസ്ത്ര ആൻഡ് നമ്മുടെ ഭക്ഷ്യകൽപ്പന, അതുപോലെ തന്നെ ഒരുപാട് തസ്തികയിലേക്ക് BHSCയിലേക്ക് ഒരുപാട് തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജി സീനിയർ വൊക്കേഷണലി ടീച്ചർ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് നിലവിൽ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ NCA സംസ്ഥാന തലത്തിലേക്ക് മണ്ണ് പരിശോധന, മണ്ണ് സംരക്ഷണ വകുപ്പിലേക്കുള്ള സോയിൽ സർവേ ഓഫീസർ ഉൾപ്പെടെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 2, അങ്ങനെ ഒരുപാട് തസ്തികകൾ നമ്മുടെ NCA സംസ്ഥാന തലത്തിനകത്തും വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സർവകലാശാല അസിസ്റ്റന്റ് ഇതുവരെ 728 നിയമന ശുപാർശകൾ പോയിട്ടുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 333 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ജല അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമന പ്രളയം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്ഥിരം തസ്തിക സൃഷ്ടിക്കാതെ വലിയ തോതിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനാൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും തിരിച്ചടി വരുന്നുണ്ട്. PSC നിയമനം നിലവിൽ ഉള്ളപ്പോൾ തന്നെ താൽക്കാലിക നിയമനം പാടില്ലെന്നാണ് വ്യവസ്ഥ. കഴിഞ്ഞ ഓഗസ്റ്റ് 20 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ മെയിൻ സപ്ലിമെന്ററി ഭിന്നശേഷി ലിസ്റ്റുകളായിട്ട് 558 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 41 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത്. ലിസ്റ്റിൽ 558 പേരുണ്ട്. അതിൽ 41 പേർക്കാണ് നിലവിൽ ഇതുവരെ നിയമന ശുപാർശ പോയിട്ടുള്ളത്. ബാക്കിയുള്ള താൽക്കാലിക നിയമനം വഴി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നിയമനം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ ജലവിഭവ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ജല അതോറിറ്റിയിൽ ഒരുപാട് നമ്മുടെ താൽക്കാലിക ജീവനക്കാരാണ് ഒരുപാടുള്ളത്. അപ്പോൾ 558 560ഓളം റാങ്ക് ലിസ്റ്റ് പേര് ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് കൂടി തന്നെ 41 പേർക്ക് മാത്രം നിയമനം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ താൽക്കാലികമായി കയറ്റുന്നത് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കകത്ത് വന്നിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ്. അതും ഇത് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ജല അതോറിറ്റി മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വാർത്തക്കകത്ത് പറയുന്നത്. എന്തായാലും താൽക്കാലികം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ കഴിഞ്ഞിട്ട് പോരെ ബാക്കി താൽക്കാലികം. അപ്പോൾ ഈ ഒരു കാര്യം പലയിടത്തും വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വാർത്ത അത് തന്നെയാണ്. PSCയിലും താൽക്കാലിക നിയമനം ഇപ്പോൾ വന്ന് PSCക്കകത്തും താൽക്കാലിക നിയമനം കയറുന്നുണ്ട്. അറ്റൻഡന്റ് റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തതിനാൽ 10 ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ സർവീസിലേക്ക് സ്ഥിര നിയമനം നടത്തുന്ന PSCയിലും താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് തസ്തികയിലെ 10 നിയമനത്തിലേക്കാണ് താൽക്കാലിക നിയമനം നടത്താൻ എംപ്ലോയ്മെന്റ് ഡയറക്ടർക്ക് PSC കത്ത് നൽകിയത്. 180ലധികം പേരുടെ ലിസ്റ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 179 ദിവസത്തിനകത്ത് തന്നെ നിയമനം നടത്തുമെന്ന് പറയുന്നുണ്ട്. അഭിമുഖം നവംബർ 29 തുടങ്ങും. സ്ഥിര നിയമനത്തിന് റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തതാണ് താൽക്കാലിക നിയമനം നടത്തുന്നതിന് വഴിവെച്ചത്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ലിസ്റ്റ് ഇല്ലാത്തതിനാലാണ് താൽക്കാലിക നിയമനം വഴിവെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി താൽക്കാലിക നിയമനം നടന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോറ് കഴിക്കുന്ന ആർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തിരഞ്ഞെടുപ്പ് ഇതുവരെ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ PSCക്കകത്ത് വരാനായിട്ട് പോകുന്ന താൽക്കാലിക നിയമനത്തിൻ്റെയൊക്കെ കറക്റ്റ് ഒഴിവുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. PSCക്കകത്ത് 8 ഒഴിവുകൾ വരുന്നുണ്ട്. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 1, ഫിനാൻസ് സെക്രട്ടറിക്കകത്ത് 3, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ 4, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 2, ആകെ മൊത്തം 18 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഇനി വരാനായിട്ട് പോകുന്നത് താൽക്കാലികക്കാരാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ടൊരു ലിസ്റ്റ് ഇല്ലാത്തതാണ് താൽക്കാലിക ലിസ്റ്റിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടൻകൊല്ലി ന്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു താൽക്കാലികക്കാരെ
ഈ ജോലിയിലേക്ക് തിരികെ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ശേഷം യോഗ്യത തിരുത്തൽ ഫീൽഡ് വർക്കർ തിരഞ്ഞെടുപ്പ് വിവാദത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷയ്ക്കകത്ത് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയായിരുന്നു ഫീൽഡ് വർക്കർ. അത് പ്രിലിംസ് എഴുതിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്രിലിംസ് എഴുതി മെയിൻസ് എഴുതിയതിന് ശേഷമാണ്. മെയിൻസ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി കാത്തിരുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഈച്ചയും പാറ്റയും കൊതുകിനെയും വരെ ചോദിച്ചതാണ്. ഞാനും അതിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ പരീക്ഷ എഴുതിയ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ മാറ്റുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്രയും പേരുടെ പ്രതീക്ഷ നശിപ്പിക്കുക. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യട്ടെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൊണ്ടുവരട്ടെ, ഡിഗ്രി അല്ല ക്വാളിഫിക്കേഷൻ, 7ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് ആ സമയത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനിലുണ്ടായ ഒരു വ്യത്യാസവും റാങ്ക് ലിസ്റ്റിനകത്ത് ഡിഗ്രിക്കാരെയൊക്കെ മാറ്റി ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊന്നും ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്ത് തന്നെയാലും അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ PSCയുടെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. ഫയർമാൻ കായിക പരീക്ഷ 28 മുതൽ ഡിസംബർ 9 വരെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസം 28-ാം തീയതി മുതൽ ഡിസംബർ 9-ാം തീയതി വരെയാണ് നമ്മുടെ ഫയർമാൻ്റെ കായിക പരീക്ഷകൾ വരുന്നത്. അതിൽ ഓരോ ജില്ലകൾ തിരിച്ചുള്ള നിങ്ങളുടെ മേഖലാ ഓഫീസ് പരിശീലന കേന്ദ്രം പരീക്ഷാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലം, എറണാകുളം, കോഴിക്കോടൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഫയർമാൻ്റെ ആവശ്യമായിട്ടുള്ള ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ഉയരം 165 സെൻറ്റിമീറ്റർ വേണം. SC ST കാർക്കാണെങ്കിൽ 160 മതി. തൂക്കം 50 കിലോഗ്രാം വേണം. SC ST കാർക്കാണെങ്കിൽ 48 മതി. നെഞ്ചളവ് 81, SC STക്ക് 76. അതുപോലെ തന്നെ പരീക്ഷയിൽ വികസനം 8 മുതൽ വേണം. വികസനം 5 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടണം. അതിനകത്ത് 100 മീറ്റർ ഓട്ടം ഉണ്ട്. 14 സെക്കൻഡിലാണ് 100 മീറ്റർ ഓട്ടം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്, റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, പുള്ളപ്പ് ചിന്നപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിനകത്ത് 1500 മീറ്റർ ഓട്ടവും കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫയർമാൻ്റെ ശാരീരിക യോഗ്യത അല്ലെങ്കിൽ ഫിസിക്കലിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് പരീക്ഷ ഡിസംബർ 21 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മെയിൻസ് എഴുതുന്നവർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പരീക്ഷ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാത്ത വേറെ ഒന്നുമല്ല, നമുക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഇതുവരെ ലഭിച്ചിട്ടില്ലായിരുന്നു. നിലവിൽ ഇപ്പോൾ IRBയുടെ കമാൻഡോ എൻഡുറൻസ് ടെസ്റ്റ് എപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ PSC എൻക്വയറി സെഷനകത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയോടൊപ്പം ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിഭാഗത്തിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ നടത്തിയിരുന്നു. ഇതിൻ്റെ ഫലം വന്ന ശേഷമാണോ എൻഡുറൻസ് പരീക്ഷ നടത്തുക, അതോ മെയിൻസ് പരീക്ഷയിൽ ജയിക്കുന്നവർക്കാണോ എൻഡുറൻസ് നടത്തുക? മെയിൻസ് പരീക്ഷ ഒഴിവാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻഡുറൻസ്, എപ്പോഴാണ് മെയിൻസ് പരീക്ഷ കാണത്തില്ല എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. മറുപടി ഇതാണ്, പ്രാഥമിക പരീക്ഷയിലെ വിജയികൾക്ക് എൻഡുറൻസ് ടെസ്റ്റാണ് ആദ്യം നടത്തുക. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഡുറൻസ് നമ്മുടെ പ്രിലിംസ് കഴിഞ്ഞ് അടുത്ത എൻഡുറൻസ് ആണ്. എൻഡുറൻസിന് ശേഷമാണ് മെയിൻസ് പരീക്ഷ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എൻഡുറൻസ് ആണ് നടത്തുക. 3 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് റോഡ് മാർഗം ഓടിയെത്തുക. 3 കിലോമീറ്റർ 13 മിനിറ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇതാണ് എൻഡുറൻസ് ടെസ്റ്റ്. ഇതിൽ ജയിക്കുന്നവരെയാണ് മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കുക. പ്രാഥമിക പരീക്ഷയിൽ നടത്തിയ തസ്തികയിൽ മെയിൻസ് പരീക്ഷയോടുകൂടി നടത്തുവാനാണ് കീഴ്വഴക്കം. എന്നാൽ മെയിൻസ് പരീക്ഷ ഒഴിവാക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ മെയിൻസ് പരീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ എൻഡുറൻസിന് ശേഷമാകും മെയിൻസ് പരീക്ഷ. 13 മിനിറ്റിൽ 3 കിലോമീറ്ററാണ് നമ്മുടെ എൻഡുറൻസ് ടെസ്റ്റ് നടത്താനായിട്ട് പോകുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. IRBയുടെ എൻട്രൻസ് എന്തായാലും ഉണ്ടാവും. എന്തായാലും ഫെബ്രുവരിയുടെ പരീക്ഷാ കലണ്ടറിൽ നമ്മുടെ IRB ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ 10th മെയിൻസിൻ്റെ ക്ലാസ് തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10th മെയിൻസിൻ്റെ ക്ലാസ് തീർച്ചയായിട്ടും നാളെയോ മറ്റന്നാളോ മുതൽ തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നല്ല മാർക്കൊക്കെ ഉള്ളവരെ മെയിൻസിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ ലിങ്കും അതുപോലെ തന്നെ നോട്ട്സുകളും ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അല്പം താമസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.